Good morning to all my dear students. Welcome to today's maths class. Last class we discussed about the sixth lesson related to numbers, isn't it? Prime numbers and composite numbers. What do you mean by a prime number? Have only two factors. That like numbers are called prime numbers, and more than two factors are called composite numbers, isn't it? Prime factorization method also last class we discussed, and related to that two problems I think give homework, isn't it? Yeah. Got it, the answers? Okay. Today the continuation prime factorization method അഭാജ്യ ഘടകക്രിയ അതിലെ പ്രോബ്ലംസ് തന്നെയാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോണേ. അതിലെ രണ്ട് കണക്കുകൾ ഹോംവർക്ക് തന്നിരുന്നു. അത് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം അല്ലെ. പേജ് നമ്പർ 99 എ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തു, ബിയും സിയും ഹോംവർക്ക് തന്നിരുന്നു അല്ലെ, ചെയ്തിട്ടില്ലേ? അപ്പൊ ഇന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഡി ആണ് ചെയ്ത് തുടങ്ങാൻ പോണേ കേട്ടോ. 343 അല്ലേ ക്വസ്റ്റ്യൻ. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മുഖേന അല്ലെങ്കിൽ അഭാജ്യ ഘടകക്രിയ രീതിയിൽ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത് കണ്ടെത്തുകയാണ് ചെയ്യണേ. അപ്പൊ നമ്മൾ ഈ ലെസണിൽ ചെറിയ നമ്പറുകളുടെ ഘടകങ്ങൾ എങ്ങനെയാ കണ്ടെത്തുക എന്ന് മനസ്സിലാക്കി. അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടിക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ സംഖ്യകൾ ഇൻക്ലൂഡ് ചെയ്താലാണ് തന്നിരിക്കുന്ന നമ്പർ കിട്ടണേ, ആ സംഖ്യകളൊക്കെയാണ് ഘടകങ്ങളായിട്ട് വരിക എന്നുള്ള രീതിയിൽ പഠിച്ചു. അത് ചെറിയ സംഖ്യകളാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ വലിയ സംഖ്യകളാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് അതിലെ ഘടകങ്ങൾ കണ്ടെത്തിയിട്ട് ആ ഘടകങ്ങളിലെ സംഖ്യകൾ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഞാൻ ആ ഹോംവർക്കിന്റെ കണക്കുകൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. ഏതാണ് 625 അല്ലേ അടുത്ത ചോദ്യം വന്ന, അതെങ്ങനെയാ കിട്ടിയെന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞു തരികയാണ് കേട്ടോ. ക്ലാസ്സിലെ എങ്ങനെ ഒരു കണക്കല്ലേ നമ്മൾ ചെയ്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലെ, അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഘടകക്രിയ ചെയ്യണം. അപ്പൊ 625 രണ്ട് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു തന്നിട്ട് 2, 3, 5, 7, 9, 11, 13, 17, 19 അങ്ങനെയുള്ള സംഖ്യകൾ, അതായത് രണ്ട് ഘടകങ്ങൾ ഫാക്ടേഴ്സ് മാത്രമുള്ള സംഖ്യകളാണ് എന്ത് സംഖ്യകൾ എന്ന് പറയാ, അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈം നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഘടകങ്ങളാക്കാനായിട്ട് പോണേ കേട്ടോ. ആ സംഖ്യകളെ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 2 എന്നുള്ള സംഖ്യ പോവില്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്താ കാര്യം, ആ ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ട സംഖ്യയല്ല, ഈവൺ നമ്പർ അല്ല എന്നുള്ളത് കൊണ്ട് 2 പോവില്ല. 3 പോവോന്ന് നോക്കി. അപ്പൊ 3 ഡിവൈഡ് ചെയ്ത് നോക്കുന്നേ നിവൃത്തിയുള്ളൂ 3 പോവോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് കേട്ടോ. അപ്പൊ 625 3 പോവോ എന്നുള്ളത് നോക്കി. അപ്പൊ 2 3s are 6, 225 പോവില്ല. അപ്പൊ എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ എന്താ അർത്ഥം, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് അതിന്റെ 3യുടെ മൾട്ടിപ്പിൾ വരുന്നില്ല 625. പിന്നെയുള്ള പ്രൈം നമ്പർ ഏതാ, 5 ആണ്. 5 എന്തായാലും പോവും, കാരണം 1's പ്ലേസിൽ 625 അല്ലേ. 5 എത്ര പ്രാവശ്യം പോവാന്നുള്ളതാണ് നോക്കാൻ പോണേ കേട്ടോ. 1 5 is 5, 12, 2 5s are 10, 2 5 ഇറക്കിയിട്ടു 25, 0. അപ്പൊ എത്ര കിട്ടി, 125 എന്ന് കിട്ടി. വീണ്ടും 5 പോവും, 3ഓ 2ഓ പോവില്ല എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോ ടീച്ചർക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലായി ചോദിച്ചാൽ ചെയ്ത് പ്രാക്ടീസ് ആയതുകൊണ്ടാണ് കേട്ടോ ടീച്ചർക്ക് കിട്ടണേ. ഇത് 3 പോവില്ല 2 പോവില്ല എന്നുള്ളത് മനസ്സിലാവും ഇല്ലേ, 1's പ്ലേസിലെ ഈവൺ നമ്പർ അല്ല എന്നുള്ളത് കൊണ്ട്. അപ്പൊ 3 5 ആണ്. 5 എത്രയാ, 2 5s are 10, 5 5s are 25. എങ്ങനെയാ, 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 5s are 10, then 25, 5 5s are 25. സബ്ട്രാക്ട് ചെയ്തപ്പോ 25 കിട്ടി. ഇതിൽ പിന്നെ 5 പോകുന്നുള്ളത് നമുക്കറിയാലോ ടേബിൾ യൂസ് ചെയ്തിട്ട്. then 5 5s are 1. അപ്പൊ ഒരേ നമ്പറുകൾ വന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 1ഉം 625ഉം ഫാക്ടർ ആണ്. പിന്നെ ഈ ഉള്ളിലുള്ള സംഖ്യകൾ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ആദ്യത്തെ 2 അഞ്ചുകള് പിന്നെ 3 അഞ്ചുകള് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതുക. അപ്പൊ എത്ര വരും,
25 125 ഇത്രയാണ് 625ന്റെ ഫാക്ടേഴ്സ് കിട്ടിയത്. മനസ്സിലായില്ലോ? പിന്നെ 243 ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഹോംവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടൊന്ന് ചെയ്തുന്നേ ഉള്ളൂ. ഇത് കിട്ടണ്ടല്ലോ. അപ്പൊ ഒരേ നമ്പറുകൾ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അല്ലാണ്ട് സി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഡിയും ഇയും നമുക്ക് ചെയ്തു നോക്കാം. ഡി ക്വസ്റ്റ്യൻ എന്താണ്? 343 ആണ് അല്ലെ? 343 ആണ് വരുന്നത്. അപ്പൊ 343 ഏതൊക്കെ നമ്പറുകളാ പോവാ? 2 പോവില്ല. 3 ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ പോണില്ല. 4 എന്തായാലും 4 ഇല്ലല്ലോ, അത് നമ്മള് പ്രൈം നമ്പർ അല്ല. 5 എന്തായാലും പോവില്ല. പിന്നെ 7 ആണ്. 7ന്റെ ടേബിളില് നമ്മൾ ചൊല്ലി നോക്കുമ്പോ വൺസ് പ്ലേസിൽ 3 വരുന്ന സംഖ്യ. അതൊക്കെയാണ് സൂത്രപ്പണി കേട്ടോ. 343ൽ 7 പോണ്ടോന്ന് എങ്ങനെയാ നോക്കുക? 7ന്റെ ടേബിൾ ചൊല്ലി നോക്കിയിട്ട് അതിന്റെ ഉത്തരങ്ങളില് വൺസ് പ്ലേസിൽ 3 വരുന്ന സംഖ്യ ഉണ്ടോ നോക്കിയാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നോക്കുമ്പോ അങ്ങനെ ഇല്ല. പിന്നെ വരുന്നത് 11 ആണ്. 11ന്റെ ടേബിളിൽ ഉണ്ടോ നോക്കി. അപ്പൊ നോക്കി നോക്കാം നമുക്ക് 11ന്റെ ടേബിളിൽ. അതാണ് ഒരു സംശയം. ഉണ്ടോ നോക്കാം നമുക്ക്. 11ന്റെ ടേബിളില് 333 ആണ്. 13 വരുന്നില്ല. കാരണം 11 വന്ന കോഷ്യന്റ് റിമൈൻഡർ വരും. അപ്പൊ എന്തായാലും ഡിവിസിബിൾ അല്ല, വരാൻ പറ്റില്ല. അപ്പൊ 343 11 കഴിഞ്ഞാൽ പിന്നെ 17 ആണ്. 17ന്റെ ടേബിളിൽ ഉണ്ടോ നോക്കി നമ്മള് 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നോക്കി നോക്കാം നമുക്ക്. 17 2 ടൈംസ് പോകില്ലേ? 17 2 പക്ഷെ 3 റിമൈൻഡർ വരുന്നില്ലേ? അപ്പൊ അത് 17ൽ പോവില്ല. പിന്നെ 19ന്റെ ടേബിളില് 3 വരുന്ന സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും 343ല് സംഖ്യകളൊന്നും അങ്ങനെ പോണില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയണു? ഇതിന്റെ ഫാക്ടേഴ്സ് എന്തേലും ഇതൊരു പ്രൈം നമ്പർ ആണ്. 3യും 343യും 1 ആണ് ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നത് അല്ലെ? വേറെ സംഖ്യകളിൽ നോക്കി നോക്കട്ടെ. നമ്മുടെ പ്രൈം നമ്പർ ആയിട്ട് വരുന്ന സംഖ്യകള് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കേണ്ടി വരും. 51 ഒക്കെ വന്നാൽ 51 പ്രൈം നമ്പർ അല്ലല്ലോ. അങ്ങനെയുള്ള സംഖ്യകൾ നോക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നോക്കി നോക്കണം കേട്ടോ. അപ്പൊ 343 എന്നുള്ളത് 1ഉം 343 ആണ് വരുന്നത്. പിന്നെ വരുന്ന സംഖ്യ ഏതാ? 121 ആണ് അല്ലെ? 121ല് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. 2 പോവില്ല, 3യും പോവില്ല, 5 7 പോവില്ല, 11 ഇതല്ലേ പോവുള്ളൂ. കാരണം 2 തൊട്ട് നമ്മൾ തുടങ്ങണം. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ 11 എടുത്തതല്ല. 2ല് പോവുണ്ടോ നോക്കി, ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സംഖ്യയായ 3 ഡിവൈഡ് ചെയ്ത് നോക്കി, അതിലും ഡിവിസിബിൾ ആവുന്നില്ല അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നത്തെ പ്രൈം നമ്പർ ആയ 5ല് പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയാം. വൺസ് പ്ലേസില് 0യോ 5ഓ ഉണ്ടെങ്കിലേ 5ന്റെ ടേബിളിൽ വരുള്ളൂ എന്ന് അറിയാം അല്ലേ? പിന്നെ 7 നോക്കി അത് കഴിഞ്ഞാൽ പിന്നെ 11 ആണ് വരുന്നത്. അപ്പൊ 11ന്റെ ടേബിളിൽ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ ഫാക്ടേഴ്സ് വരിക? 1 121 പിന്നെ 11 അല്ലേ വരുന്നുള്ളൂ. 11 × 11 121 പിന്നെ 1 വരുന്നു. പിന്നെ ഇത്രയാണ് ഫാക്ടേഴ്സ് വരുന്നത് അല്ലെ? അപ്പൊ ഈ 3 ആ എക്സസൈസിലുള്ള നമ്മളുടെ സംഖ്യകളെല്ലാം ഫാക്ടറൈസ് ചെയ്തു. എന്ത് രീതിയില്? അഭാജ്യ ഘടകക്രിയ രീതി അഥവാ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ. ഇനി അതിന്റെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കി നോക്കൂ. Which are the numbers between 1 and 100 having exactly 3 factors? നമ്മൾ ഈ ഫാക്ടറുകളുടെ എണ്ണം ഓഡ് നമ്പറും ഈവൺ നമ്പറുമായി വരുന്നത് ഏതൊക്കെ സംഖ്യകളാണ് എന്നുള്ളത് നമ്മൾ ഓഡ് ആൻഡ് ഈവൺ എന്നുള്ളതിൽ നമ്മൾ പഠിച്ചു അല്ലെ? ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഫാക്ടറുകളുടെ എണ്ണം 3 തന്നെ, 3 ഫാക്ടറുകളുടെ എണ്ണം 3 വരുന്ന സംഖ്യകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഫാക്ടറുകളുടെ എണ്ണം ഓഡ് നമ്പേഴ്സ് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഓഡ് ആൻഡ് ഈവൺ എന്നുള്ളതിൽ പറഞ്ഞു. എങ്ങനെയാ? സെയിം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തു വരുന്ന സംഖ്യകളാണ്. 2 × 2, അതുപോലെ 3 × 3, 4 × 4, 5 × 5, 6 × 6 ഇങ്ങനെയുള്ള സെയിം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ അഥവാ ഫാക്ടേഴ്സിന്റെ എണ്ണം എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ
അറിഞ്ഞു, എക്സാമ്പിളുകളിലൂടെ നമ്മൾ ചെയ്തു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ പറയണേ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഘടകങ്ങളുടെ ഫാക്ടറുകളുടെ എണ്ണം 3 വരുന്ന സംഖ്യകൾ ഏതൊക്കെയെന്നാ ചോദ്യം. അതിൽ ഏതൊക്കെയാ സംഖ്യകൾ വരികയെന്നറിയോ? ഇതേ സംഖ്യകൾ ഇതിൽ പെടുന്നത് തന്നെയാണ്, പക്ഷെ ഇതിലെ ചില കേസുകളെ ശരിയാവുള്ളൂ 3 ഘടകങ്ങൾ വരുന്നത്. ഏതൊക്കെയായിരിക്കും അറിയോ? പ്രൈം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യകൾ. ഇതിൽ തന്നെ പ്രൈം നമ്പറുകളായിട്ട് വരുന്നത്. ഇത് 4 × 4, ഈ 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല, അതുകൊണ്ട് നമ്മൾ ഈ എഴുതാൻ പോകുന്ന ആൻസറിൽ വരില്ല. 3 × 3, 3 പ്രൈം നമ്പർ ആണ്. അതുപോലെയോ 5 × 5 പ്രൈം നമ്പർ ആണ്. 4 വരില്ല. എന്താ കാരണം? 4 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും, പക്ഷെ 3 ആവില്ല. നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ ചോദ്യത്തില്? ഘടകങ്ങളുടെ എണ്ണം 3 ഘടകങ്ങളെ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്നാ നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയേ വരുള്ളൂ? സെയിം നമ്പറുകൾ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പക്ഷെ ആ സെയിം നമ്പറുകളുടെ നമ്പറുകൾ എങ്ങനെയായിരിക്കണം? നമ്പർ പ്രൈം നമ്പർ കൂടി ആയിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ ഇനി അടുത്തത് ഏതാ വരുന്നത്? 7 × 7. ഇനി 9, പിന്നത്തെ പ്രൈം നമ്പർ ഇതിൽ എന്താ വരുന്നത്? 11 × 11, അത് 100നേക്കാൾ കൂടുതലാ. നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഘടകങ്ങളുടെ എണ്ണം 3 വരുന്ന സംഖ്യ ഏതാണ്? അപ്പൊ ഏതൊക്കെയാ വരിക? 4 വരും, 9 വരും, 25 വരും, 49 വരും. മനസ്സിലാവുണ്ടോ? അത് ചെയ്ത് നോക്കിക്കോളൂ വേണമെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ. എങ്ങനെ? ഇതിന്റെ ഘടകങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. 4ന്റെ ഘടകങ്ങൾ എന്താ വരിക? 1 വരും, 4 വരും. 4ന്റെ ഘടകങ്ങൾ 1 വരും, 4 വരും. പിന്നെ ഏതാ? 2 വരുള്ളൂ. 3 ഘടകങ്ങളല്ലേ വരുന്നുള്ളൂ. അതുപോലെ 9ന്റെ ആകുമ്പോഴോ 1 വരും, 9 വരും, പിന്നെ 3 വരുന്നുള്ളൂ. 25ന്റെ ആണെങ്കിൽ 1, 25, അതെന്തായാലും വരും. പിന്നെയോ 5, 1, 7, പിന്നെയോ 49. അങ്ങനെ ഘടകങ്ങളുടെ എണ്ണം 3 വരുന്ന സംഖ്യകള് നമ്മളുടെ ഏതൊക്കെയാണ്? പ്രൈം നമ്പറുകൾ. സെയിം പ്രൈം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഫാക്ടറുകളുടെ എണ്ണമായിരിക്കും എന്ത്? 3 വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലായോ എങ്ങനെയാ കിട്ടിയത്? ഓഡ് നമ്പറുകൾ വരുന്ന കേസുകള് സെയിം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ ഫാക്ടറുകളുടെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും. അതിൽ 3 ഫാക്ടറുകൾ വരാൻ പാടുള്ളൂ എന്നുള്ളതിൽ ഏതൊക്കെ എക്സെപ്ഷണൽ കേസാ? സെയിം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യണം, പക്ഷെ ആ സെയിം നമ്പറിലെ നമ്പർ എങ്ങനെയായിരിക്കണം? പ്രൈം നമ്പറും ആയിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടറുകളുടെ എണ്ണം 3 എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മള് ഫാക്ടേഴ്സിന് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് എങ്ങനെ? പ്രൈം നമ്പറുകളിൽ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ തൊട്ടു മുമ്പത്തെ രീതിയിലും ഫാക്ടറുകളുടെ എണ്ണം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സുകൾ കണ്ടെത്തുമ്പോൾ മിസ്സിംഗ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമുക്ക് വ്യത്യസ്ത നമ്പറുകളാണ്. ഇതിപ്പോ നമ്മൾ ചെയ്ത സംഖ്യകളിലൊക്കെ ഒരേ നമ്പറുകൾ തന്നെ വന്നേ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. വ്യത്യസ്ത നമ്പറുകൾ വന്നാൽ എങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിള് നമുക്ക് ഒരു സംഖ്യ എടുക്കുകയാണ്, 48 എന്നുള്ള സംഖ്യ. 48ന്റെ ഫാക്ടറുകളെല്ലാം കണ്ടെത്തൂ എന്നുള്ളതാണ് ചോദിക്കണേന്ന് വിചാരിക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ 48നെ ഫാക്ടറൈസ് ചെയ്തു. ഇതിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതൊക്കെ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം, ചെറിയ നമ്പർ അല്ലേ. അല്ല പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്തു വെക്കും. നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പോവാട്ടോ. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതെങ്ങനെ ഡിവിഷൻ നമ്മൾ വർക്കിംഗ് കോളത്തിൽ ചെയ്യാൻ ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ആദ്യം 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടി? 2. ബാലൻസ് ഒന്നുമില്ല, കാരണം 2 2s are 4. ഇനി ബാലൻസ് ഒന്നും കൊടുക്കാനില്ല. പിന്നെ 8 എന്നുള്ളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര വരും? 4. ഇവിടെ വെച്ച് തന്നെ ചെയ്യാം, നമുക്ക് വർക്കിംഗ് കോളത്തിൽ പോകണമെന്നില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, ബാലൻസ് ഒന്നുമില്ല. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇതിപ്പോ വർക്കിംഗ് കോളത്തിൽ ചെന്ന് ഡിവൈഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് പറഞ്ഞേ ഉള്ളൂ. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ടേബിൾ യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റും. 2 6 are 12 ആണെന്ന്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3,
1. അപ്പൊ ഇതുവരെ ചെയ്ത സംഖ്യകളിലെ നമുക്ക് ഇവിടെ കിട്ടുന്ന സംഖ്യകളെല്ലാം 1 തന്നെയായിരുന്നു. അതുകൊണ്ട് ഈസി മെത്തേഡിൽ ഈ ഉള്ളിലുള്ള സംഖ്യകൾ കോമയിട്ട് എഴുതാൻ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതേ നോക്കൂ, ഇവിടെ 2 സംഖ്യകളാണ് വന്നിരുന്നത്. 2 തരത്തിലുള്ള സംഖ്യകൾ വരുമ്പോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട അതേപോലെ വ്യത്യാസം വരുത്തണം. അതായത് ഈ ഉള്ളിലുള്ള സംഖ്യകൾ മാത്രം എഴുതിയത് ആ വലിയ എന്താവുക ഫാക്ടേഴ്സുകൾ വരിക. അതായത് 48ന്റെ ഫാക്ടേഴ്സ് ആദ്യം 1ഉം 48ഉം എഴുതി. പിന്നെ ഇവിടെ ഫാക്ടർ ആക്കാൻ എടുത്ത നമ്പറുകൾ ഏതൊക്കെയാണോ അത്, അതായത് 2 ഉണ്ടാവും 3 ഉണ്ടാവും. വെറൈറ്റി വ്യത്യാസമുള്ള നമ്പറുകൾ 2ഉം 3 അല്ലേ, അതും എഴുതി. ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് 4, 3 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് 8, 4 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് 16, 5 നമ്പറുകളും ചെയ്താൽ 48 ആണ് കിട്ടുക. ഇനിയോ ഈ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് കണ്ടോ. വേറെ നമ്പറുകൾ വരുമ്പോൾ ബുദ്ധിമുട്ട് ഏറെയാണ്. കാരണം എല്ലാ സംഖ്യകളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 6, 2 × 2 × 3 കണ്ടോ 12, 2 × 2 × 2 × 3 2 × 2 4, 4 × 6 24. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സുകളാണ് എന്ത് വരുന്നത് നമുക്ക് ഈ ഇതിന്റെ ഫാക്ടറുകൾ. അപ്പൊ ഈ 2 തരത്തിലുള്ള സംഖ്യകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെയാണ് അവ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് മറന്നുപോയി എന്നുള്ളതൊക്കെ വരും. ചിലപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 വ്യത്യസ്ത നമ്പറുകൾ, ചിലപ്പോൾ 2, 3, 5, 7 ഒക്കെ വരും. അപ്പൊ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് മിസ്സിങ് സംഭവിക്കും. അപ്പോ അങ്ങനെയുള്ളതിലെ ഫാക്ടേഴ്സ് ഒട്ടും മിസ് ചെയ്യാതെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള പുതിയ മെത്തേഡാണ് നമ്മൾ പറയുന്നത് എന്ത്, ടേബിൾ മെത്തേഡ് എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ മെത്തേഡ്. അതായത് ഈസിയാണ് നമുക്ക്, അതായത് ഒട്ടും മിസ്സിങ് അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഫാക്ടേഴ്സ് ഒന്നും മിസ് ചെയ്ത് പോവാതെ എഴുതാൻ പറ്റുന്നത്. ഇപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പലതും നമുക്ക് മിസ്സിങ് സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മെത്തേഡാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് ടേബിൾ മെത്തേഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് ടേബിൾ വരച്ചിട്ട് ടേബിൾ മെത്തേഡ്, പട്ടികാരൂപം എന്നുള്ളതാണ് മലയാളത്തിൽ. എങ്ങനെയാണ് ടേബിൾ മെത്തേഡിലെ ഫാക്ടേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ഫാക്ടറുകൾ കാണുക എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പേജ് നമ്പർ 102 പ്രോബ്ലംസിലേക്ക് നേരിട്ട് കിടക്കാം. ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ ടേബിൾ മെത്തേഡ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ടേബിൾ മെത്തേഡിൽ ഫൈൻഡ് പേജ് നമ്പർ 102 ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാ ഫാക്ടറുകളും കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 242 ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സുകളായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പൊ 242നെ ഫാക്ടറൈസ് ചെയ്യുന്നു. ആദ്യം 2 ചെയ്തു. അപ്പൊ 2ൽ 2 ഒരു പ്രാവശ്യം പോയി, 4ൽ 2 2 പ്രാവശ്യം പോയി, വീണ്ടും 2ൽ ഒരു പ്രാവശ്യം പോയി. ഇനി ഇതിൽ 2 പോവില്ല, 3യും പോവില്ല, 5, 7 ഇതൊക്കെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടാ. ഇതൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 2, 1ൽ പോണില്ല. പിന്നെ പോണത് എന്തേ ഉള്ളൂ, 11 ഉള്ളൂ. 11 ഡിവൈഡ് ചെയ്തു 1. ഈ 1 കിട്ടുന്നത് വരെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സുകൾ ടേബിൾ മെത്തേഡിൽ ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഇതേ പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് ടേബിൾ മെത്തേഡിൽ ചെയ്യണം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് വരുമ്പോ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ മുകളിലും, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫാക്ടറൈസ് പ്രൈം നമ്പേഴ്സുകൾ ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യില്ലേ. അപ്പൊ ഈ ഭാഗത്ത് കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്ന സംഖ്യകള് മുകളിലും, കുറവ് തവണ ആവർത്തിച്ചു വരുന്നത് ഈ സൈഡിലുമാണ് എഴുതേണ്ടത്. അതെങ്ങനെയാ എഴുതുക എന്നുള്ളതാണ്. ആദ്യം എഴുതേണ്ടത് 11 അല്ലേ കൂടുതൽ വരണേ. അപ്പൊ ആദ്യം നമ്മൾ തന്നെ നോ 11 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 11 ഇല്ലാത്ത ഒരു ഘടകം. എപ്പോഴും അങ്ങനെയാണ് എഴുതേണ്ടത്. ഏത് 2 സംഖ്യകൾ വന്ന ആദ്യത്തെ സംഖ്യയുടെ നോ 11, 11 ഇല്ല. പിന്നെയോ ഒരു 11 വരുന്ന ഘടകമുണ്ടോ, ഉണ്ടാവില്ല. ഒരു 11 വരുന്നത് 11 തന്നെ ഘടകം വരാലോ. 111.
പിന്നെ എഴുതേണ്ടതോ 2 11കൾ വരുന്നത്. അതായത് ഇവിടെ 11 എത്ര പ്രാവശ്യമാണോ ആവർത്തിക്കുന്നത് അത്രയും തവണ നമ്മൾ ഇങ്ങനെ ഓരോ ചാൻസസുകൾ എഴുതണം. ആദ്യം എഴുതേണ്ടത് നോ 11 11 ഇല്ലാത്ത ഘടകം. പിന്നെയോ 111 ഒരു 11 ഉള്ള ഘടകം. പിന്നെയോ 211 2 11 ഉള്ള ഘടകം. ഇനി 311 എഴുതേണ്ട കാര്യമില്ല, കാരണം ഇവിടെ 11 3 പ്രാവശ്യം ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇവിടെയുള്ള സംഖ്യകൾ എത്ര പ്രാവശ്യമാണോ ആവർത്തിക്കുന്നത്, ഇപ്പൊ 11 ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 311 എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാ? അപ്പൊ ഇതിന് ഞാൻ കോൾ എടുത്തിട്ട് വരച്ച് വൃത്തിയാക്കിയിട്ട് വരച്ച് എഴുതി കേട്ടോ. ഇനി നമ്മൾ എഴുതേണ്ടത് ഈ സൈഡിൽ എഴുതേണ്ടത് പിന്നെ ആവർത്തിച്ചു വരുന്ന, ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നതാണ് ഞാൻ ഈ ഇങ്ങനെ റോ വൈസ് എഴുതിയത്. താഴത്തേക്ക് എഴുതേണ്ടത് എന്താ? പിന്നീട് വരുന്ന നമ്പർ. പിന്നെ 2 എന്നുള്ള സംഖ്യ വരും. 1 എന്നുള്ളത് എല്ലാത്തിലും വരുന്നത് കൊണ്ട് അത് അണ്ടർസ്റ്റുഡ് ആണ്, അത് കണക്കാക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ വരുന്നത്? 2 അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താ അറിയോ? നോ 2 രണ്ടില്ലാത്ത ഘടകം. പിന്നെ 1 2 ഇത് ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോഴാണ് കേട്ടോ ഭയങ്കര കൺഫ്യൂഷൻ തന്നെ. ചെയ്ത് വരുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. അതായത് സംഖ്യകളെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യ ആദ്യം നോ, പിന്നെ 1, പിന്നെ 2, പിന്നെ 3, ഇനി വരുന്നുണ്ടെങ്കിൽ 4 ആ സംഖ്യ. ആ രീതിയിലും കുറവ് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സംഖ്യ ഈ രീതിയിലും, അതായത് ആദ്യം നോ 2 1 2 2 2 3 2 4 2 ഇവിടെയും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാം. അങ്ങനെയാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതാണ് ഈ സംഖ്യയുടെ ഫാക്ടേഴ്സുകളായിട്ട് വരുന്നത്. അതെങ്ങനെയാ ഫില്ല് ചെയ്യാന്നുള്ളത് പറയുന്നു കേട്ടാ. ഈ ബോക്സ് ആണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഈ ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലത്തെയും സൈഡിലത്തെയും സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബോക്സിന്റെ തൊട്ട് മുകളിലത്തെയും സൈഡിലത്തെയും ബോക്സിൽ എന്താണോ വരണേ ആ സംഖ്യകള് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും അവിടെ എഴുതേണ്ടത്. അപ്പൊ ഈ സംഖ്യ, ഈ കോളം അല്ലെങ്കിൽ ഈ ബോക്സ് എടുത്താൽ ഇതിന്റെ മുകളില് നോ 11 എന്നാണ്. എന്താർത്ഥം? 11 ഇല്ല. അപ്പൊ 11 എടുക്കാൻ പാടില്ലല്ലോ, 11 ഇല്ല എന്നല്ലേ എന്റെ അർത്ഥം. അതുപോലെ ഈ സൈഡിലുള്ളതോ നോ 2 എന്ന് വെച്ചാൽ എന്താ? 2 ഇല്ല. 11 ഇല്ല, 2 ഇല്ലെങ്കിൽ പിന്നെ എന്താ വരിക? 1. അപ്പൊ അതായത് നമ്മൾ ഈ എഴുതാൻ പോകുന്ന ടേബിളില് ആദ്യത്തെ ബോക്സ് എപ്പോഴും എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. അതുപോലെ അവസാനം ആ ബോക്സിന്റെ ഏറ്റവും അവസാനം വരുന്ന ബോക്സ്, ആ ടേബിളിന്റെ ഏറ്റവും അവസാനം വരുന്ന ബോക്സിൽ ഏതാ വരിക? തന്നിരിക്കുന്ന ചോദ്യം സംഖ്യ ഏതാണോ അതാണ് എഴുതുക. അപ്പൊ അത് എഴുതാൻ ഒന്നും പഠിക്കേണ്ട കാര്യം, നേരിട്ട് എഴുതാം. ആദ്യത്തെ ബോക്സിൽ എപ്പോഴും 1ഉം അവസാനത്തെ ബോക്സില് തന്നിരിക്കുന്ന ചോദ്യത്തിലെ സംഖ്യ ഏതാണോ അതുമാണ് നമ്മൾ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ഈ ബോക്സ് ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് പറഞ്ഞേ? തൊട്ടു മുകളിലത്തെ ബോക്സിലെ സംഖ്യയും പറഞ്ഞിരിക്കുന്നത് എന്താണ് അതും സൈഡിൽ എഴുതുക. അപ്പൊ തൊട്ട് മുകളിൽ എന്താണ്? 11. 111 എന്ന് പറഞ്ഞ ഒരു 11 എന്നർത്ഥം. സൈഡിൽ എന്താ? നോ 2 എന്ന് വെച്ചാൽ 2 ഇല്ല. അപ്പൊ ഒരു 11 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 11 തന്നെ. ഓക്കെ, അടുത്ത ബോക്സിലോ 211. അപ്പൊ ആ 2 11കളെ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തു. പിന്നെ സൈഡിലോ നോ 2, അതായത് എന്താ? 2 ഇല്ല അതില്. അപ്പൊ 2 11കളെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ കിട്ടണേ? 121. ഓക്കെ, ഇവിടെ എങ്ങനെ കിട്ടി എനിക്ക്? ഈ ബോക്സിന്റെ മുകളില് ഒരു 11. അപ്പൊ ഒരു 11 ഞാൻ ഇവിടെ എഴുതി. ഇനി അതിനെ ഇൻറ്റു ചെയ്യാൻ വേറെ സംഖ്യ ഉണ്ടോ നോക്കി. ഇപ്പോഴത്തെ നമ്മൾ എഴുതാൻ പോകുന്ന ബോക്സിന്റെ ഈ ഹെഡിങ് നമ്മൾ ആ സ്റ്റാർട്ടിങ് എഴുതിയതല്ലാണ്ട് തൊട്ട് മുമ്പത്തെ ഒന്നൊന്നും ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എഴുതിയത് ആ സ്റ്റേറ്റ്മെന്റ് പോലത്തെ ഇങ്ങനത്തെ കോളംസ് എഴുതിയില്ലേ? നോ 2 1 2, അതിലാണ് നമ്മൾ നോക്കി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എന്താ? നോ 2 എന്ന് പറഞ്ഞാൽ 2 ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഒരു 11 ഉള്ളൂ, അതുകൊണ്ട് 11 എഴുതി. ഇവിടെയാണെങ്കിലോ 2 11. അപ്പൊ ആ 2 11കൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. ഇവിടെ അറ്റത്ത് നോ 2 2 ഇല്ല. അപ്പൊ എന്തേ ഉള്ളൂ? 2 11കൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഞാൻ അവിടെ എഴുതുന്നു.
ഇനി ഇതാ ഈ ബോക്സ് എടുക്കുകയാണേ. ബോക്സിന്റെ മുകളില് നോ 11 11 ഇല്ല. ഇപ്പത്തെ സൈഡിലോ 1 2 ഒരു 2 ഉണ്ട്. അപ്പൊ ആ 2 അങ്ങോട്ട് എഴുതിയാലാണ് ഇപ്പത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് കിട്ടിയില്ലല്ലോ. ഓക്കെ, അടുത്ത ബോക്സ്. അടുത്ത ബോക്സിൽ എന്താ പറയണേ നോക്കാം. 1 11 ഒരു 11 ഉണ്ട്. 1 2 ഒരു 2 ഉണ്ട്. ഒരു 11 ഉണ്ട്, ഒരു 2 ഉണ്ട്. അപ്പൊ 11 into 2 എത്രയാ? 22. ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പൊ ഫാക്ടേഴ്സ് ഒന്നും മിസ് ചെയ്യാതെ നമുക്ക് ഈ രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്തിരി നമ്മൾ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്തിരി പണി ഉണ്ട് എന്ന് വെച്ചാലും കുഴപ്പമില്ല. 1 11 121 2 22 242. ഇതാണ് നമുക്ക് എന്ത് വരിക? ഫാക്ടേഴ്സുകൾ വരിക. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്ത് എഴുതുക. ഫാക്ടേഴ്സ് ഓഫ് 242 is equal to 1 11 അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാലും മതി. 1 2 11 22 121 242. ഈ ഒരു ടേബിൾ മെത്തേഡിൽ ഒരു തരത്തിലും നമുക്ക് മിസ്സിങ് സംഭവിക്കില്ല ഒരു ഫാക്ടർ. ഓക്കെ, ചെറുതായിട്ടേ മനസ്സിലായിട്ടില്ല അല്ലേ? കിട്ടും. നമുക്ക് എഴുതി വരുമ്പോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് 1 2 പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ നോക്കൂ. ബി എത്രയാണ്? 225 ആണ് തന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കാം. 225 ഫാക്ടറൈസ് ചെയ്തു. 225 3 പോവും. 7 3s are 21. 5 3s are 15. ഇതിലും 3 പോവും. 2 3s are 6. 1 ബാലൻസ് അല്ലേ? 15 5 3s are അല്ലെങ്കിൽ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. 225 3 പോണുണ്ടോ? 7 3s are 21. 15 5 3s are 15. കണ്ടോ? 75 കിട്ടി. ഇനി 75 നമുക്ക് 3 പോകണ്ടോ നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 2 3s are 6. 15 5 3s are 15. അപ്പൊ 25 കിട്ടി. കണ്ടോ? ഇനി 25 3 പോവില്ല. പിന്നെ ഏത് എടുക്കാൻ പറ്റുള്ളൂ? 5 5 5s are 25. 1 കിട്ടി. ഇനി നമ്മൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെ ഫാക്ടറൈസ് ചെയ്തു നോക്കാം. ടേബിൾ വരയ്ക്കണം. ഫാക്ടറൈസ് ചെയ്തിട്ട് ഫാക്ടേഴ്സ് കണ്ടെത്താൻ പോവാണ്. ഇതിൽ സെയിം രീതിയിലാണ് നമ്പർ വന്നത്. അതായത് കൂടുതൽ വന്നതാണ് നമ്മൾ ഈ രീതിയിൽ എഴുതുക, കുറവ് വന്നത് ഇങ്ങോട്ട് എഴുതുക എന്ന് പറഞ്ഞു കുറച്ച് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ. ഇതിലിപ്പോ രണ്ടും ഒരേപോലെ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെയും മറ്റേ നമ്പർ ഇപ്പുറത്തും എഴുതാം. അപ്പൊ ഞാൻ 3 ഇങ്ങോട്ട് എഴുതി 5 ഇങ്ങോട്ട് എഴുതി. നിങ്ങൾക്ക് ഇപ്പൊ 5 ഇവിടെ എഴുതണം 3 ഇവിടെ എഴുതണം, കുഴപ്പമൊന്നുമില്ല. ആൻസർ സെയിം തന്നെയാണ് വരിക കേട്ടോ. അപ്പൊ ആദ്യം എന്താ എഴുതണം? നോ 3 3 ഇല്ല. 1 3 ഒരു 3. 2 3 2 3 എന്നാണ് മലയാളം മീഡിയത്തിൽ എഴുതുക കേട്ടോ. അപ്പൊ 2 3 എഴുതേണ്ടതുള്ളൂ. കാരണം 3 3 എന്ന് വരുന്ന കേസ് ഇതിൽ വരുന്നില്ല. 2 3 നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ അത് എഴുതി. അത് കഴിഞ്ഞിട്ടോ ഇനി 10 എന്താ എഴുതണം? 5 ആദ്യം എന്തെഴുതും? ആദ്യം എപ്പോഴും ഒരേപോലെ തന്നെയാണ്. നോ 5. അതുപോലെ 1 5 2 5 ഒരു 5 ഇല്ല, ഒരു 5 2 5 എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ ആദ്യത്തെ ബോക്സിൽ നോക്കുക തന്നെ വേണ്ട, 1 വരിക. അവസാനത്തെ ബോക്സില് 225 തന്നിരിക്കുന്ന സംഖ്യ തന്നെ. അത് ആദ്യം എടുത്ത് എഴുതിയത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരിക. അതുപോലെ ഈ എഴുതുന്ന രീതി എപ്പോഴും ഒരേപോലെ തന്നെയാണ് വരിക. അത് നോ 3 1 3 2 3 3 3. അതുപോലെ നോ 5 അടുത്ത നമ്പറിന്റെ ആദ്യത്തെ കേസ് നോ, പിന്നെ 1 2 3 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണോ അതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ പോവാണ്. ഈ ബോക്സിൽ എങ്ങനെ വരണോ? 1 3 ഒരു 3 ഉണ്ട്. നോ 5 അപ്പൊ ഒരു 3 അല്ലേ വരുള്ളൂ. വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നിട്ടില്ല അല്ലേ? അതുപോലെ അടുത്ത ബോക്സിലോ 2 3 ഉണ്ട്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇട്ടു. തെറ്റാണ്ടിരിക്കാൻ ഞാൻ ബാക്കി കോളത്തിൽ അപ്പൊ തന്നെ എഴുതിയതാണ്. അതായത് 2 3. അപ്പൊ 2 3 എന്ന് പറഞ്ഞാൽ 2 into 3 എന്നല്ല അർത്ഥം. എന്താർത്ഥം? 2 3 എന്നാണ് അർത്ഥം. അല്ലാണ്ട് 2 3 ടീച്ചറെ 2 into 3 6 അല്ലേ വരിക എന്നല്ല ചോദിക്കണ്ടേ. എന്താ പറയണേ? 2 3
മൂന്നുകൾ. അപ്പൊ ഉടനടി 3 × 3 എന്ന് എഴുതി. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ എന്താ നോക്കി, ഇപ്പോഴത്തെ സൈഡിൽ നോ 5 ആ, അപ്പൊ 5 ഇല്ല. 3 × 3 9 എഴുതി. ഇനി ഈ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് എന്താ, നോ 3, അപ്പൊ 3 ഇല്ല, സമ്മതിച്ചു. 1 5, അപ്പൊ ഒരു 5 എഴുതി. ഓക്കെ, പിന്നത്തെ ബോക്സിലെ ഒരു 3 ഉണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ ഒരു 5 ഉണ്ട് അല്ലെ. 1 3 1 5 അല്ലേ വരണേ. അപ്പൊ 3 × 5 15. അത് സംശയം ഇല്ലാണ്ടിരിക്കുക, അപ്പൊ തന്നെ അവിടെ എഴുതി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കൂടെ എഴുതിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റിയ വെട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അടുത്ത ബോക്സിൽ നോക്കൂ, 2 3 2 3കൾ ഉണ്ട്, പിന്നെയോ 1 5 ഉണ്ട്. നോക്കൂ, ഈ ബോക്സിന്റെ മുകളില് 2 3കൾ ഉണ്ട്, ഈ സൈഡിൽ ഒരു 5 ഉണ്ട്. അപ്പൊ 2 3 3 × 3 × 5 3 × 3 9 9 × 5 45. ഓക്കെ, ഇനി ഇവിടെയോ നോ 3 3 ഇല്ല, പക്ഷെ ഇവിടെ 2 5കൾ ഉണ്ട്. 2 5 എന്ന് പറഞ്ഞാല് 5 × 5 എത്ര വരണോ, 25. ഈ ബോക്സിന്റെ മുകളില് ഒരു 3 ഉണ്ട്, സൈഡില് 2 5 ഉണ്ട്. അപ്പൊ 5 × 5 25. 25 × 3 എത്രയാ നോക്കുക, 75. നമ്മുടെ കോളം ഫില്ല് ചെയ്തു. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് തെറ്റാതിരിക്കാനായിട്ട് ഓരോ സംഖ്യകൾ എടുക്കുമ്പോ അത് വർക്കിംഗ് കോളത്തിൽ എത്ര 3കൾ ഉണ്ടോ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി ഫാക്ടേഴ്സുകൾ 1 3 9 5 15 45 25 75 225 കോമയിട്ട് അങ്ങ് എഴുതിയാൽ മതി, ടേബിളിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ബാക്കി 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതില്, അത് 400 ഉം 1000. അത് ഇതേപോലെ ടേബിൾ മെത്തേഡില് ഹോംവർക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.